എല്ലാവർക്കും ഇപ്പൊ ഹെയറിന്റെ പ്രോബ്ലം ആണ് ഗൈസ്. സോറില്ലേ, എനിക്കുണ്ട്, എല്ലാവർക്കും ആണോ? അയ്യടാ പാവം. മെയിൻ ആയിട്ട് ഡാൻഡ്രഫ്, ഹെയർ ഫോൾ, ഹെയർ സ്പ്ലിറ്റ് ഇങ്ങനൊക്കെ കൊഴിഞ്ഞ് പോയി പോയി ഫുള്ള് തിന്നായി. ഡോക്ടറെ കാണിച്ചില്ലേ? ഇത്ര പ്രോബ്ലംസ് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് പറ്റിയൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ വന്നത്. എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? മൈസൂരിൽ ആദിവാസി ഹെയർ ഓയിൽ ആരും മറന്നിട്ടില്ലല്ലോ അല്ലെ? മറക്കാൻ വഴിയില്ല. ഈ ഹെയർ ഓയിൽ പ്രൊമോട്ട് ചെയ്യാൻ പോയ നമ്മുടെ M4 ടെക്കിലെ ജിയോ മച്ചാന്റെ ആ വീഡിയോ പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ലല്ലോ അല്ലെ? ഇപ്പൊ അതാ മൂപ്പരെ പാത പിന്തുടർന്നുകൊണ്ട് ബഷീർ ബഷിയും മൂപ്പര് 2 കെട്ടിയോളമാരും മൈസൂരിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നീ ഇതിന് കൂട്ടിക്കൊന്നും ഞാൻ കരുതിയില്ല. ജിയോ മച്ചൻ ഹിക്കി പിക്കി ആദിവാസി ഹെയർ ഓയിൽ ആണ് പ്രൊമോട്ട് ചെയ്തതെങ്കിൽ ബഷീർ ബഷിയും ടീമും നീലാംബരി ഹെയർ ഓയിലാണ് കയറി പിടിച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറക്കിയോ? ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കില്ലേ ഈ പന്ന വൈക്കൊക്കെ കുറെ ബോയ്സിനെ കണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ മുടിയുള്ള ബോയ്സിനാ. ഞാൻ വന്നവരൊക്കെ ഇത്ര ലോങ് ഹെയർ ആയിട്ട് വലിയ എത്ര ബോയ്സിനെ കണ്ടെന്ന് പറയും. ഞാൻ കണ്ടിട്ട് തന്നെ ഏറ്റിപ്പോയി. സംശയമൊന്നുമില്ലല്ലേ? പിന്നെ ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഈ ആദിവാസി എന്നുള്ള അതിന്റെ കീഴിൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഏറ്റവും ബെസ്റ്റ് നീലാംബരി ഹെയർ ഓയിലിന്റെ ആണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല മോനെ. ഇതും കൂടി കൂട്ടി 22,315 പ്രാവശ്യമാണ് ഞാൻ കേൾക്കണത്. അതായത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കില്ലേ സോനാണ് കൂടുതൽ പറഞ്ഞത്. എനിക്ക് ഇവിടെ ഏതായാലും ഇവിടെ ഭാഗത്ത് വന്നാണ് ആദിവാസി ഹെയർ ഓയിൽ, നീലാംബരി ഹെയർ ഓയിൽ എനിക്ക് എന്തായാലും വാങ്ങിക്കണം. അപ്പൊ അങ്ങോട്ടൊക്കെ പോണമെന്നുള്ളത്. അങ്ങനെ പറ. അപ്പൊ അതുവഴി ട്രിപ്പ് പോയ സമയത്ത് എണ്ണ വാങ്ങാൻ കയറിയതാണ് അല്ലെ? അതല്ലാണ്ട് ഈ എണ്ണ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം മൈസൂരിലേക്ക് വന്നല്ലേ അല്ലേ? അതല്ല ഉദ്ദേശം. അത് നമ്മൾ പോകുമ്പോ എത്ര എടുക്കണ്ട്? ഞാൻ എന്തായാലും 1 വർഷത്തേക്കുള്ളത് എടുക്കും. പറ്റൂല, എനിക്ക് 1 വർഷത്തേക്കുള്ളത് വേണം. പഴയ ബിൽഡിംഗ് തള്ളി മറിച്ചിട്ട് നല്ല ലോങ് ലെങ്ത് ഹെയർ ആണ്. അല്ല, അടുത്ത പ്രാവശ്യം വരുമ്പോ എന്റെ കൂടി ഇത്ര ഉണ്ടോ? എന്റെ വെടിപ്പും വൃത്തിയായിട്ടൊക്കെ നടക്കണം. ഈ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി വെക്കണം. നമ്മൾ കാച്ചി എടുക്കേണ്ട എണ്ണ നമ്മൾ മുടിക്ക് തേക്കുമ്പോ മുടിന്റെ കൊയ്ച്ചൽ മാറും, മുടിന്റെ താരന് പോവും, മുടി ഊരി പോകത്തില്ല, മുടി പൊട്ടി പോകത്തില്ല. காட்டிலே விளையாடி நடந்த மயிலை வலையில்லாம பிடித்து தீனும் தினையும் கொடுத்து நீரும் நெருப்பும் கொடுத்து பாச நேசம் கொடுத்து ஊரறியாம உலகறியாம அன்புக்கு பின்பு அன்பு படாம கண்டம் துண்டமா வெட்டி களத்தின போட்டு வாட்டிருந்தாக்கும் இது சுத்தமான மயிலெண்ணெய். இதில் மாயமில்லை, மந்திரமில்லை, കള്ളമില്ല. അതായത് വിള്ളല് വരില്ല. അത് മുടി തന്നാല് നീളത്തില് വരും. പക്ഷെ ചെമ്പുമുടി കറക്കും, നെരിച്ചുമുടി കറക്കത്തില്ല. മുടിയുടെ നൈസർഗീയത നിലനിർത്തുന്ന ഒറ്റ മുടി പോലും അനാവശ്യമായി കൊഴിയാതെ തലയ്ക്ക് മകരമാസത്തെ കോച്ചുന്ന മഞ്ഞിന്റെ തണുപ്പ് നിൽക്കുന്ന ചിലപ്പോ ചെറിയ മക്കൾക്ക് ചെറിയ മുടിക്കോ ഉണ്ടാവും. ചിലപ്പോ കറുത്താവലാവും, ഇല്ലക്ക് പറയാനാവത്തില്ല. ചെമ്പമുടി കറക്കും പറഞ്ഞ് ഞങ്ങളുടെ നാവ് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ ചേച്ചില്ലേ? അപ്പോഴേക്ക് അത് മാറ്റി പറഞ്ഞു. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. ഞാൻ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം എന്താ പറയുക, ജെന്യൂൻ ആയിട്ടുള്ള റിപ്ലൈ പറയുന്നത് മനസ്സിലായോ? നമുക്ക് ഓരോരുത്തർ സംസാരത്തിൽ അവർ ബിസിനസിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എന്ത് വേണ്ടിയിട്ടാണെന്ന് നമുക്കൊരു പിടി കിട്ടും. 1-2 കാര്യം ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ബിസിനസിന് വേണ്ടിയിട്ടല്ല, നമുക്ക് അതെ ബിസിനസിന് വേണ്ടിയിട്ടല്ല, പിന്നെ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്നത്. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ഇതിന്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് എത്ര അധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട്? 108 ഐറ്റംസ് ആണ് ഇതിന്റെ അടങ്ങിയത്. കാരണം ഞാനിവിടെ നോക്കണേ അതെ എന്താ വെച്ചാൽ ഞാനിവിടെ നോക്കുന്നുണ്ടെങ്കിൽ കണ്ടമാനം നമ്മുടെ ആയുർവേദിക് സാധനങ്ങളൊക്കെ നല്ല നല്ല മരുന്നുകൾ, പച്ച മരുന്നുകളൊക്കെ. മാതളത്തൊളി, ജാതിത്തൊളി, ഉണക്കണള്ളിക്ക, താണിക്ക, കണവണാക്ക്, എടംപുറി, വളംപുറി, കടുക്ക, രക്തസന്തളം ഇവയെല്ലാം കൂടി സമം ചേർത്ത് മഷി പോലറച്ച് വെറ്റില നീരിൽ ചാലിച്ച് നീലാംബരി ബ്രാൻഡ് നെയിം തന്നെയാണ് നീലാംബരി. ബ്രഹ്മി, അതായത് ഈ ബ്രഹ്മി ഭയങ്കര ഡിമാൻഡുള്ള സാധനം, ഹെയറിനൊക്കെ ഭയങ്കര ഗുണം ചെയ്യണ ഒരു ഐറ്റം. അയ്യോ അതൊന്നും മഞ്ച് തലയിൽ തേക്കരുത്, മുടി മുഴുവൻ കൊഴിഞ്ഞ് തല കോഴി വിട്ട മാതിരിയാവും. എണ്ണ ടീം അവർക്ക് നല്ല പൈസ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സോനുവിന്റെ ഗജ്ജാജ് ആത്മാർത്ഥതയും. ഈ നോട്ട് കാണുമ്പോ മനുഷ്യർക്ക് വരുന്ന ഓരോ മാറ്റങ്ങള് ഒന്നും പറയേണ്ട മക്കളെ. എന്തായാലും ഇതൊക്കെ കണ്ട് ഈ എണ്ണ വാങ്ങി വെറുതെ പെടാൻ നിൽക്കണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ. പൈസയും പോകും, മുടിയും പോകും.